ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ട്രിവാൻഡ്രം ജില്ലയിലെ കോട്ടൂരുള്ള എലിഫന്റ് പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാവേ. കേരളത്തിലെ ട്രിവാൻഡ്രം ജില്ലയിലെ കോട്ടൂരാണ് ആനസങ്കേതവും പുനരധിവാസ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. ഇത് ആരംഭിച്ചത് 2006-ലാണ്. ഇതൊരു കേരള സർക്കാരിൻ്റെ പ്രോജക്റ്റ് കൂടിയാണ്. 2019 ആന പുനരധിവാസ കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രം കൂടിയാണ് ഇത്. നിലവിൽ 11 ആനകളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടെയാണ്. അങ്ങനെ വൈകിട്ട് 4 മണി അടുപ്പിച്ച് നമ്മൾ സ്പോട്ടിലെത്തി. നേരെ എത്തുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെന്നു. ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി ആനകളുണ്ട്. കോട്ടൂർ എലിഫന്റ് പാർക്ക്. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. നമ്മൾ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇനി ഒരാൾക്ക് 60 രൂപ വെച്ച് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അതിനും കൂടെ നമ്മളിവിടെ കാശ് കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് ആനയും പിന്നെ ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞേ. ഒത്തിരി ആനയുണ്ട്, കുറേ നടക്കാനും ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് എടുത്ത് എൻട്രൻസിലേക്ക് പോയപ്പോഴാണ് നോ എൻട്രി ബോർഡ് വെച്ചേക്കുന്നതാണ്ടേ. സാഹസം കാണിച്ച് ചാടാന്നൊക്കെ കരുതിയതാ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കൈയോടെ പൊക്കി സൈഡിൽ കൂടെ പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ആനയാണേ. കാണിച്ചതാവേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, തിരിച്ചിരിക്കണം. ആനേനെ കുളിപ്പിക്കുന്ന മനസ്സിലാവേ. ഇതൊരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലതരം പക്ഷികളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ആടിയാടി നിൽക്കണ ഒരാനെ കാണിച്ചിടാൻ കണ്ട. അഴിച്ചു വെച്ചേക്കാണാ കേട്ടോ. ഇത് കണ്ട ഒരു കാട്ടിനകത്തൂടെ പോകുന്ന ഒരു ഇതില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. മഴക്കാലം കൂടെ ഒക്കെ വരുന്നതുകൊണ്ട് നല്ല പേടിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കുട്ടി ആനകളാണ്. ഈ ഒരു വേലി സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജുറാസിക് പാർക്ക് മൂവിയിലെ വിഷ്വൽസ് ആണ് കേട്ടോ. മറ്റേ ഡൈനോസർ ഒന്നും ചാടാതിരിക്കാനായിട്ട്. അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിയാനെയും ഗാർഡുമായിട്ട് വരുന്നുണ്ടായിരുന്നേ. അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വെട്ടിവെച്ച പുല്ലൊക്കെ ഓരോ സ്ഥലത്തായിട്ട് അത് കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നേ. കൊണ്ടുപോകുന്നതിനിടയിൽ ആന ഇടം കണ്ടിട്ട് നമ്മളൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു പേടിയൊക്കെ തോന്നി. മുഴുവനായിട്ട് നടന്ന് കാണണമെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണം കേട്ടോ. ഇത് നമുക്ക് കോട്ടൂരിലെ സ്പെഷ്യൽ സാധനമുണ്ട്. ഇവിടെ വരുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതായിരിക്കും, കുട്ടവഞ്ചി. അതിലുള്ള നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കയറാൻ പറ്റും. നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മഴ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടവഞ്ചിയിൽ പോകാം. ബോട്ടിംഗ് ഏരിയ എത്താറാകുമ്പോൾ ഒരുപാട് ക്വാർട്ടേഴ്സും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെതാണെന്നാണ് തോന്നുന്നത്. പിന്നെ വേറെ കുറേ ബിൽഡിങ്സും വരുന്നുണ്ട്. കുട്ടവഞ്ചി പോയാലോ?
ഒരു ബോട്ട് കണ്ട് ബോട്ട് സർവീസ് ഇവിടെയാന്ന് പറഞ്ഞ് പോയതാ, പക്ഷെ അതല്ലായിരുന്നു. എന്തായാലും നല്ല സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ കയറും ചങ്ങലയൊക്കെ കിടപ്പുണ്ടേ. എനിക്ക് തോന്നുന്നു ആനയൊക്കെ ഇവിടെ കുളിപ്പിക്കുമായിരിക്കും. ചെന്നപ്പോൾ അവിടെ ക്ലോസിംഗ് ടൈം ആവാറായിരുന്നേ. പിന്നെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റും എടുത്ത് കയറി. കുട്ടവഞ്ചിയിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണേ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ചാടി കയറി. ഒരു കുട്ടവഞ്ചിക്ക് 400 രൂപയാണേ. 4 പേർക്ക് കയറാൻ പറ്റും. ഇനി ഒരാളാണേലും 400 രൂപ കൊടുക്കണം കേട്ടോ. പിന്നെ പെഡൽ ബോട്ടാണേ, അതിന് 200 രൂപയാണ് ഉള്ളത്. അരമണിക്കൂറത്തെ റൈഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ നല്ല കാഴ്ചയൊക്കെ കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് പോവാൻ കേട്ടോ. ഗൈഡ് നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞു തരുവേ. പിന്നെ ഞാൻ ഗൈഡിനെ സോപ്പിട്ട് ആളുടെ കയ്യിലിരുന്ന് ആയുധം ഇങ്ങ് മേടിച്ചേ. നേരെ പോകുന്നതിന് പകരം അവിടെ കിടന്ന് കറങ്ങിയപ്പോഴാണ് മനസ്സിലായേ എനിക്ക് പറ്റിയ പണിയല്ല ഇതൊന്ന്. പിന്നെ ഞാൻ ആയുധം അങ്ങ് തിരിച്ചേൽപ്പിച്ചു. പ്രകൃതിയെ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് സ്പോട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കരയിലെത്തിയേ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് നമ്മൾ അവിടെ വെച്ച് തന്നെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.